ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭി നവ്യയും കൊണ്ട് പുറത്തേക്ക് വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. നവ്യയെ കൊല്ലുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുക, അതാണ് അഭിയുടെ പ്ലാന്. പക്ഷേ അനന്തപുരിയിൽ, അതായത് ജലജയോട് പോലും പറയാതെയാണ് അഭി നവ്യയും കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരുപാട് ആഘോഷിക്കുകയാണ്. അത് ആഘോഷിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവ്യ സ്നേഹത്തോടു കൂടിയും അഭി ഒക്കെയും പകരം പ്രതികാരം ചെയ്യാനുള്ളൊരു മനസ്സോടുകൂടിയാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പം അഭിയുടെ കൂടെയുള്ള ഓരോ നിമിഷവും നവ്യ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നവ്യ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ടല്ലോ പൊതുവേ തന്നെ, എന്നെ കാണാൻ നയനേക്കാൾ സുന്ദരിയാണല്ലോ, ഞാൻ ഭയങ്കര ഗ്ലാമറാണോ എന്നൊക്കെ. അപ്പം അഭി പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് പുറത്തു പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഭയങ്കര സുന്ദരിയാണല്ലോ, അപ്പം നിന്നിങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് മറ്റുള്ള ആൺകുട്ടികൾ വായി നോക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും, അതൊക്കെ കൊണ്ടാണ്. അപ്പം നവ്യ പറയാണ്, നീ പറഞ്ഞത് ശരിയാ, ഞാനും മറ്റുള്ള സ്ഥലത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാവന്മാരും ഇങ്ങനെ പെൺകുട്ടികളെ കാണാത്ത പോലെയാണ് എന്നെ നോക്കുക എന്നൊക്കെ പറഞ്ഞു. കാരണം നവ്യ അത്രയേറെ സുന്ദരിയാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലരുടെയൊക്കെ നോട്ടം കൊണ്ടാലേ നമ്മളങ്ങ് ദഹിച്ചു പോവും. അപ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരന്മാരെ കണ്ടാലേ ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് തല്ലിപ്പോവും. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് പോവാത്തതല്ലേ നല്ലത്. അപ്പം നവ്യ ചിരിച്ചുകൊണ്ട് പറയാണ്, നീ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെയും നോക്കില്ലല്ലോടാ, പിന്നെ നിനക്കെന്താ കുഴപ്പം? എന്നാലും എൻ്റെ ഭാര്യയെ മറ്റുള്ളവർ കൊതിയോടെ നോക്കുന്നത് എനിക്ക് സഹിക്കില്ല, അഭി പറയാണ്. ഭയങ്കര സ്നേഹത്തോടെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള പൂളിൻ്റെ അടുത്ത് കൂടിയാണ് രണ്ടുപേരും നടക്കുന്നത്, അതായത് ബാക്ക് സൈഡിലാണ്. അപ്പോൾ അഭി അതിനിടയിൽ തന്നെ വില്ലന്മാരെ വിളിച്ചിട്ട്, ഗുണ്ടകളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിലൂടെ വരാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ 3 പേര് തലയിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് മുഖം മറച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം നിന്നെ നോക്കുന്നത് കാമുകന്മാരോ വായി നോക്കികളോ അല്ല, അപ്പം മറ്റു ചിലവന്മാരാണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിൻ്റെ ആയുസ് എടുക്കാൻ വന്നവന്മാർ. അതേസമയം തന്നെ ആദർശ് കുളിച്ചു മാറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നയനയെ കൊണ്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഹലോ ഇതുവരെ കഴിഞ്ഞില്ലേ? ആ ഇതേ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നയന ഷർട്ട് എടുത്തിട്ട് വരികയാണ്. അപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആദർശ് കാണുന്നത് അതൊരു ബട്ടൺ മിസ്സാണ്. അപ്പോൾ ആദർശ് പറയുന്നത്, ഇതെന്ത് ഇതിൻ്റെ ബട്ടൺ എവിടെ? അപ്പം നയന പറയാം, അത് പിന്നെ നേരത്തെ പോയതാ. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടായിരുന്നു അയൺ ചെയ്യാൻ, ഒരു ശ്രദ്ധയുമില്ല. വേറെ ബട്ടൺസ് ഉണ്ടെങ്കിൽ വേഗം എടുത്തു വെക്ക്. അപ്പം നയന വേഗം തന്നെ അടുത്ത ബട്ടൺസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ആദർശ് ഷർട്ട് അയക്കാൻ പോകുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, വേണ്ട അത് അവിടെ തന്നെ കിടന്നോട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ വെച്ച് തരാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിന്നോണ്ടാണ് വെക്കുക? അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തു തരാം. അപ്പം മേല് വെച്ച് തന്നെ തുന്നുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, സൂക്ഷിച്ച് വേണം. എനിക്ക് തയ്യൽ കുറച്ചൊക്കെ അറിയാം, മുമ്പ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അയൽവക്കത്തുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം തയ്ച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ടൈലറാ അല്ലേ? അതെ ടൈലറാണ്. ടൈലർക്ക് എന്താ കുഴപ്പം? അപ്പം ഒരു ചോദ്യത്തോടെ നോക്കുകയാണ് ആദർശിനെ. അപ്പോൾ ആദർശ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ല, എല്ലാ പണി നിനക്ക് വശാണെന്ന് പറഞ്ഞതാ. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജീവിക്കണ്ടേ മാഷേ? അപ്പോൾ ആദർശ് തിരിച്ചു ചോദിക്കുകയാണ്, ഇപ്പം അതിന് ജീവിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ, ജീവിക്കാൻ അറിയാവുന്ന ഒരാളുടെ കൂടെയല്ലേ നീ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം ബട്ടൺ തുന്നിക്കൊണ്ട് തന്നെ നയന പറയുന്നുണ്ട്, അത് ശരിയാ, പക്ഷെ ജീവിക്കാൻ അറിയാവുന്ന ആൾക്ക് സ്നേഹിക്കാൻ അറിയില്ല. അപ്പോൾ ആദർശ് പറയും, സ്നേഹം അങ്ങനെ എപ്പോഴൊന്നും കാണിക്കാൻ പറ്റില്ല. മനസ്സിലായി, മനസ്സിനകത്ത് വെച്ച് ആവിയാക്കാനുള്ളതാണല്ലോ ഈ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ? നയന തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ആദർശം ദേഷ്യം വരുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇനി അടി തുടങ്ങല്ലേ, ബട്ടൺസ് ഇല്ലാത്ത ഷർട്ടും തുടങ്ങിയിട്ട് വെറുതെ അങ്ങോട്ട് സംസാരിക്കുക. അയ്യോ ദേ കഴിഞ്ഞു നയന പറയാണ്. എന്നിട്ട് അപ്പോൾ ആദർശ് ചോദിക്കണം, അപ്പോൾ ഇനി ഈ നൂലെന്ത് ചെയ്യും? ബാക്കി മിച്ചം വന്ന നൂലിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം നയന പറയാം, ഒരു ചെറിയ നൂലല്ലേ, അത് പൊട്ടിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പം നയന നമ്മൾ വായ കൊണ്ടൊക്കെ നൂല് പൊട്ടിച്ചെടുക്കുന്ന പോലെ ആദർശിൻ്റെ ദേഹത്തിനോട് ചേർന്ന് നിന്നിട്ട് ആ നൂല് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകി നടന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ജാനകി വിചാരിക്കും, ഈ പിള്ളേർക്ക് ഇത് ഏത് നേരം ഇത് തന്നെയാണല്ലോ. അതായത് നയനയുടെ ആദർശിൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുകയാണ്, ഇവർ എന്തൊക്കെയോ റൊമാൻറ്റിക്കായിട്ട് ചെയ്യുകയാണെന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് സ്നേഹമില്ലാന്ന് പറയുകയും ചെയ്യും. എന്തൊക്കെയാണോ എന്തോ അവരിങ്ങനെ പിറുപിറുത്തോണ്ട് നോക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അവർ അനിയോട് ചോദിക്കുക, നീ അങ്ങോട്ടേക്കാ? ഞാൻ ആദർശേട്ടൻ്റെ മുറിയിലേക്ക്, എനിക്ക് ആദർശേട്ടനോട് സംസാരിക്കാണ്ട് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയ മൂടൊന്നുമല്ല, നീ അങ്ങോട്ട് പോയിക്കേ. അമ്മേ എനിക്കൊരു അത്യാവശ്യ കാര്യം, അത് പിന്നെ പറയാം, നീ പൊയ്ക്കേന്ന് പറഞ്ഞിട്ട് അനിയൻ വലിച്ചുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. അതേസമയം ആദർശിൻ്റെ നെഞ്ചിൽ കിടന്നിട്ട് നൂലിൻ്റെ ബാക്കിയുള്ള പൊട്ടിച്ചെടുക്കുകയായിരുന്നു നയന. അപ്പോൾ ആദർശ് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആദർശ് ചോദിക്കുകയാണ്, അല്ല ഒരു നൂല് പൊട്ടിച്ചെടുക്കുക ഇത്രയും സമയം വേണോ? അപ്പം നയന പെട്ടെന്ന് ആദർശിൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റുകയാണ്. അപ്പോൾ നയന എഴുന്നേറ്റപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിതിപ്പം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ഉറങ്ങിയേനല്ലോ. അപ്പോൾ ഞാൻ ആദർശിനെ നോക്കിയിട്ട് പ്രണയത്തോടെ ഒരു പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. ആദർശം സത്യം പറഞ്ഞാൽ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം പൂളിനരികിലൂടെ തന്നെ നടക്കുകയാണ് നമ്മുടെ അഭിയും നവ്യയും കൂടെ. അപ്പം നവ്യനോട് അഭി പറയുന്നുണ്ട്, നമുക്ക് കൊടൈക്കനാലിലേക്ക് പോയാലോ? ഇന്നോ? അതെ, അത് കഴിഞ്ഞ് മധുര, ഊട്ടി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഫുൾ ചുറ്റി അടിച്ചാലോ?
അപ്പം നവ്യ പ്രണയത്തോടു കൂടി പറയാണ് എല്ലാം നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേക്കാണ് ആ 3 ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അബിയെ തല്ലുകയാണ്. മാത്രമല്ല നവ്യയെ പിടിച്ച് അവർ വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേക്കും രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. ആരാ എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വെക്കുവാണ്. നവ്യ ആണെങ്കിൽ പറയുന്നുണ്ട് അബി ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നവ്യ അവർ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അബിയെ നന്നായിട്ട് അവർ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം തല്ലിയിട്ട് തന്നെ പൂളിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നവ്യ അവർ വലിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ കാറിൽ കയറുന്നതിന് തൊട്ട് മുന്നേ നവ്യ ചിന്തിക്കുന്നത് തന്നെയാണ് എൻ്റെ അബിക്ക് എന്ത് പറ്റുമോ. പിന്നെ അബി അബി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവർ വലിച്ച് വണ്ടിയിലേക്ക് ഇട്ടിട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതേസമയം കുറച്ച് സമയം പൂളിനകത്തേക്ക് വീണതിന് ശേഷം നവ്യ പോയി എന്നൊക്കെയുള്ള ഏകദേശം ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് അബി പൂളിനകത്ത് നിന്നും പൊന്തുന്നത്. എന്നിട്ട് നേരെ വന്നിട്ട് പൂളിന് പുറത്തേക്ക് ഇരുന്നിട്ട് അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തല ഇങ്ങനെ തടവിക്കൊണ്ട് മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെ തല്ലുന്നതായിട്ട് അഭിനയിക്കാനാണ് അവന്മാരോട് പറഞ്ഞത്, എന്നിട്ട് യഥാർത്ഥത്തിൽ തല്ലുക ചെയ്തത്. ഇങ്ങനെ തല്ലി വെള്ളത്തിലിടുന്നു വിചാരിച്ചതേ ഇല്ല. കുഴപ്പമില്ല, എന്നാലും ഞാൻ ഹാപ്പിയാ. അതും പറഞ്ഞ് അബി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഹഹ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ദേവയാനി ഇരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് വന്നിട്ട് ജാനകി ഇരിക്കുകയാണ്. പക്ഷേ ജാനകിയുടെ മുഖം നിറച്ചും ഒരു പുഞ്ചിരി ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി കുറച്ചൊരു സീരിയസ് ആയിട്ട് തന്നെ ജാനകിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, വന്നപ്പോൾ തൊട്ട് നിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടല്ലോ, എന്ത് പറ്റി? അപ്പോൾ ജാനകി ചിരിച്ചുകൊണ്ട് തന്നെ പറയും, ഏയ് ഒന്നുമില്ല. അപ്പോൾ ദേവയാനി പത്രം വായന തുടരുകയാണ്. അപ്പോഴേക്കും ആദർശും പിന്നാലെ തന്നെ നയനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആദർശ് അടുത്ത് വന്നപ്പോഴേക്കും ജാനകി പറയാണ്, മോൻ്റെ ബട്ടൺസ് കൊള്ളാട്ടോ. അപ്പോൾ പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ്, അതെന്താ ബട്ടൺസിന്? അപ്പോൾ ആദർശ് പതറിക്കൊണ്ട് പറയാണ്, അത് പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് പോയായിരുന്നു, പിന്നെ നയനെ അത് വെച്ച് തന്നത്. അപ്പോൾ ജാനകി കളിയായിക്കൊണ്ട് പറയും, അതെ നയനെ വെച്ച് കൊടുത്ത ബട്ടൺസാണ് ഇത്. അപ്പോൾ നയനയും പതറിക്കൊണ്ട് പറയാണ്, പെട്ടെന്ന് ബട്ടൺസ് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഷർട്ട് ഊരി വാങ്ങിക്കാതെ ബട്ടൺസ് വെച്ച് കൊടുക്കുമായിരുന്നു. ജാനകി കളിയായിക്കൊണ്ട് പറയും, അതെ. അപ്പോഴേക്കും ആദർശ് വേഗം നയനയോട് പറയണം, നീ പോയി ടിഫിൻ എടുത്ത് വെക്ക്. അപ്പോൾ നയനയ്ക്ക് പിന്നാലെ തന്നെ ആദർശം അടുക്കളയിലേക്ക് പോവാണ്. പെട്ടെന്ന് തന്നെ ദേവയാനി എഴുന്നേൽക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഇപ്പോൾ അടുക്കളയിലേക്ക് പോവല്ലേ ഏട്ടത്തി? അതെന്താ? ഏയ് ഒന്നുമില്ല. നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, എന്ത് പറ്റി ജാനകി? അപ്പോഴേക്കും ജാനകി പോയിട്ട് ദേവയാനിയുടെ അടുത്തിരുന്നിട്ട് ചെവിയിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യം മൊത്തം കേട്ടതിന് ശേഷം സീരിയസ് ആയിട്ട് തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതിനാണോ നീ ചിരിച്ചുകൊണ്ടിരുന്നത്? എനിക്കിത് അത്ര വലിയ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. ഏട്ടത്തിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പിന്നെ അതുപോലുള്ള രംഗങ്ങൾ നേരിട്ട് കാണണ്ടെന്ന് കരുതിയിട്ടാണ് അടുക്കളയിലോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അടുക്കളയിൽ നിന്ന് ആദർശിൻ്റെ ടിഫിൻ ഉണ്ടാക്കുന്ന സമയത്താണ് ആദർശ് ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഞാനോട് പറയുന്നുണ്ട്, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് മൈക്കെടുത്ത് വെച്ച് എല്ലാവരോടും അറിയിക്കുമല്ലേ? അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ബട്ടൺസിൻ്റെ കാര്യം ഇളയമ്മ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞൊഴിയണ്ട. നീ ഇളയമ്മയുടെ അടുത്ത് എല്ലാം പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ദേഷ്യത്തോട് പറയും, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിഷേധിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അതിനുശേഷം ആദർശ് നോക്കിയിട്ട് പറയും, റൊമാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ബട്ടൺസ് കളഞ്ഞിട്ട് ഇപ്പോൾ ഓരോന്ന് പറയുക. നീ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലേ? എന്നാ കേട്ടോ, റൊമാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ബട്ടൺസ് കളഞ്ഞത്? അപ്പോഴേക്കും ജലജ അടുക്കളയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ആദർശിനെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കും, അടുക്കളയിലും അവനും അവളും റൊമാൻസിലാണല്ലോ. അപ്പോൾ ആദർശ് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, റൊമാൻസ് ഉണ്ടാക്കാനോ? ഞാനോ? അതെ. അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഊരിയ സമയത്ത് ഷർട്ട് ബട്ടൺ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ബട്ടൺസ് വെച്ച് തരാൻ? അപ്പോൾ ആദർശ് ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞതല്ലേ, അപ്പോൾ നീ തന്നെയല്ലേ പറഞ്ഞത് ഊരി തരണ്ടാന്ന്? അപ്പം ഞാൻ പറയാം, ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഒരാൾ മനഃപൂർവ്വം എന്നെ കൊണ്ട് അത് ചെയ്യിച്ചതല്ലേ. ഡി ബെഡ്റൂമിലെ നീ താഴെയും ഞാൻ മേലെയാണ് കിടക്കുന്നത്. ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ അടുത്ത് റൊമാൻസിനൊന്നും വന്നിട്ടില്ല. അതിനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഞാനേ വഴങ്ങാത്തോണ്ടല്ലേ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പം ജലജ നേരെ വന്നിട്ട് പറയുന്നുണ്ട്, നേരത്തെ അടുക്കളയിൽ കയറാത്ത കൂട്ടത്തിലായിരുന്നു ആദർശ്, ഇപ്പം ഭാര്യ അടുക്കളയിലുണ്ടെങ്കിൽ അവൻ ഫുൾ ടൈം അടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവൊക്കെ ഒന്നിച്ച് പാചകം ചെയ്യുന്നത് സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ജലജ പറയാം, ചെയ്യട്ടെ. അപ്പോഴേക്കും ജയം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറഞ്ഞു കൊടുക്കുകയാണ്, ജയേട്ടൻ വരുന്നു. അപ്പോൾ ദേവയാനിയും ജാനകി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ടിഫിൻ കഴിക്കുന്നില്ലേ? കുറച്ച് തിരക്കുണ്ട് ദേവയാനി, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അപ്പോഴേക്കും ജയൻ്റെ ഫോൺ ബെല്ലടിയാണ്. അപ്പോൾ വിളിച്ചതൊരു അപരിചിതനായിരുന്നു. ആരാ സംസാരിക്കുന്നത്? ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഉടൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കെട്ടിയാണ്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അപ്പം ജയം എല്ലാവരോടുമായിട്ട് പറയാണ്, ഹോസ്പിറ്റലിൽ നിന്നാണ് ഫോൺ വന്നത്, അഭിയെ ആരോ തല്ലി ഹോസ്പിറ്റലിലാക്കിയെന്ന്. അപ്പോഴേക്കും ജലജ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അവരെന്താ ഏട്ടാ പറഞ്ഞത്? അതിനെപ്പറ്റിയൊന്നും അവരൊന്നും പറഞ്ഞില്ല, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. അപ്പം ജലജ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകി സമാധാനിപ്പിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കാതെ അഹങ്കാരിയായ ഒരുത്തിയും കൂട്ടി അവനിവിടുന്ന് പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പം നയന കുറച്ച് വേവലാതിയോടുകൂടി ചോദിക്കണം, അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്, എന്നിട്ട് ചേച്ചിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലേ? അപ്പം ജയം പറയുന്നുണ്ട്, ഒന്നും പറഞ്ഞില്ല മോളെ, അഭിക്ക് പരിക്ക് പറ്റിയെന്ന് മാത്രം.
അവർ പറഞ്ഞത്. അപ്പോൾ ജലജ പറയുന്നത് എനിക്ക് അബിയെ ഇപ്പം തന്നെ കാണണം, ഇന്നലെ രാത്രി ഒരുപാട് ദുസ്വപ്നങ്ങൾ കണ്ടതാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോൻ്റെ അരികിലേക്ക് എത്തണം. അപ്പം നയന പറയുന്നുണ്ട് ചേച്ചിയെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ, എന്താ സംഭവിച്ചെന്ന് അവർ വിശദമായിട്ട് പറഞ്ഞതുമില്ലല്ലോ അച്ഛാ. ജയൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം മോളെ, ആദർശേ നീ വണ്ടി എടുക്ക്. അപ്പോൾ ജലജയൻ പറയുന്നുണ്ട് ജയേട്ടാ ഞാനും വരുന്നു. എന്നിട്ട് നയനയോടായിട്ട് പറയാണ് നീ നിൻ്റെ ചേച്ചിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവൾ ഒറ്റയൊരുത്തി ഇതിനെല്ലാം കാരണം. ഹണിമൂണിന് പോയില്ല എന്നും പറഞ്ഞ് അവളെന്നും അവനെ ശല്യം ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ആരോടും ചോദിക്കാതെ അവൻ അവളെയും കൊണ്ട് പോയത്. എന്നോട് ചോദിച്ചാൽ ഞാൻ വിടത്തില്ലെന്ന് അവനറിയാം, അതുകൊണ്ടാണ് എന്നോട് പോലും ചോദിക്കാതെ അവൻ പോയത്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് ആരോടൊന്നും ചോദിക്കാതെ പോയത് തെറ്റ് തന്നെയാണ്, പക്ഷേ നവ്യ ഒരു ഗർഭിണിയായ പെൺകുട്ടിയാണ്, അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ ഭർത്താവല്ലാതെ പിന്നെ ആരാ സാധിച്ചു കൊടുക്കുക. അപ്പം ജലജ ദേഷ്യത്തോടു കൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോൾ എന്തായി, അവളുടെ ആഗ്രഹങ്ങൾ നടന്നോ? ശത്രുക്കൾ ഒരുപാടുള്ള കൂട്ടത്തിലാണ് ഇവളും ഇവളുടെ വീട്ടുകാരും. ഗുണ്ടകളുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് ആദർശ് ഇന്നലെ ഇവളുടെ വീട്ടിൽ നിന്നും വന്നത്. ഗുണ്ടകൾ ഇവളുടെ വീട്ടുകാരെയും ചുറ്റി നിൽക്കുക. അതിനിടയിൽ എൻ്റെ മോൻ പെട്ടുപോയതാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അപ്പച്ചി ഇപ്പം ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയാതെ അച്ഛാ വാ എന്നും പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദർശ് നയനയോടും പറയുന്നുണ്ട് നീ വരുന്നുണ്ട് നീയും വാ, ഞാൻ റെഡിയായിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് നയന മുകളിലേക്ക് പോവാണ്. അപ്പോൾ ജലജയും പറയുന്നുണ്ട് ഞാനും വരുന്നു പറഞ്ഞ് ജലജയും കൂടെ പോകുന്നുണ്ട്. അവരവിടുന്ന് പോയതിനു ശേഷം ദേവയാനി ജാനകിയോടായിട്ട് പറയുന്നുണ്ട് ജലജയുടെയും അവളുടെ മോൻ്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ഇപ്പം അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരുപാട് ഭീഷണിയുള്ള കുടുംബത്തിൽ നിന്നാണ് ആദർശവും അബിയും കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് വെറുതെ ഇങ്ങനെ ജലജയുടെ ഭാഗത്ത് നിൽക്കല്ലേ ഏട്ടത്തി, കഴിഞ്ഞ ദിവസം തന്നെ എന്തുകൊണ്ടാണ് ഗുണ്ടാക്രമണം ഉണ്ടായതെന്ന് അറിയാലോ, ഞാനും മോളും അവളുടെ അച്ഛനും ഉണ്ടാക്കിയ പ്രതിമകൾ കടത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നതുകൊണ്ടാണ്. അപ്പോൾ ദേവയാനി തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഈ ഗുണ്ടകളുമായിട്ടും ആക്രമണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവരിൽ ആരെങ്കിലും ഒരാൾ കത്തിയൊക്കെ എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായാലോ, പിന്നെ അവരെ നമുക്ക് നഷ്ടപ്പെടില്ലേ എന്ന് പറഞ്ഞിട്ട് ദേവയാനി വ്യാപലാതിയോടുകൂടി ആലോചിക്കുകയാണ്. അതേസമയം അബി ICUവിനകത്ത് ഒരു കുഴപ്പമില്ലാതെ കിടന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കൊരു നഴ്സ് കുടിക്കാനുള്ള മരുന്നുമായിട്ട് വന്ന സമയത്ത് അത് വാങ്ങി കുടിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ നഴ്സ് മുറിയിൽ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അബി ആ നഴ്സിൻ്റെ കൈ കയറി പിടിക്കണം. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്താ സാറേ ഇത്, ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ, മൂർത്തീസ് ജ്വല്ലറിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണ് ഞാൻ. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് മൂർത്തീസ് ജ്വല്ലറിയിലെ കൊച്ചുമോൻ എന്താ കൊമ്പുണ്ടോ? എനിക്ക് കൊമ്പില്ല, പക്ഷെ നിനക്ക് സൗന്ദര്യമുണ്ട്, അബി തിരിച്ചു പറയാണ്. അത് കേട്ടപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് വീണ് മലർന്ന് അടിച്ച് വീണു പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട് നീ ശരിക്കും ഈ ഹോസ്പിറ്റലിലെ നേഴ്സാവേണ്ട ആളേ അല്ല, ഒരു സിനിമാ നടി ആവാനുള്ള ഗ്ലാമറൊക്കെ നിനക്കുണ്ട്. അപ്പോൾ അവൾ നാണത്തോടെ പറയാണ് ഒന്ന് പോ സാറേ. അയ്യോ സത്യം ഞാൻ പറഞ്ഞത്, നിനക്കത് തോന്നിയിട്ടില്ലേ ഇതുവരെ? അപ്പോൾ അവൾ പറയാ ഇല്ല. നീ ആ കൈയൊന്ന് തന്നെ, എനിക്ക് കൈ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാനറിയാം. ഏയ് അതൊന്നും വേണ്ട സാറേ എന്നൊക്കെ അവൾ പറയാം. അപ്പം പറയുന്നുണ്ട് നിൻ്റെ കൈ ഞാൻ നോക്കിയെന്ന് വിചാരിച്ചിട്ട് തല പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൾ ധൈര്യത്തോടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ അബി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് കണ്ടോ രേഖകളൊക്കെ തെളിഞ്ഞിങ്ങനെ നിൽക്കുക, വഴി തെറ്റിയാണ് നീ നഴ്സിംഗ് പഠിക്കാൻ പോയത്, നീ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ട പെൺകുട്ടിയാ. അതിനുശേഷം ഒന്നുകൂടെ നോക്കിയിട്ട് അറിയും 3 പേരെ പ്രേമിച്ചു അല്ലേ. അവളൊന്നും പറയാതെ നിൽക്കുന്നുണ്ട്. അബി ചോദിക്കും എന്തേ ഒന്നും പറയാത്തേ? അപ്പം ശരിക്കും കൈ നോക്കാനൊക്കെ അറിയാമല്ലേ? അവൾ പുഞ്ചിരിച്ചോണ്ട് പറയാണ് 2 പേരെ പ്രേമിച്ചായിരുന്നു, അതിനിടയ്ക്ക് ചെറിയൊരു പ്രേമം കൂടി ഉണ്ടായിരുന്നു. അബി മനസ്സിൽ വിചാരിക്കുക എടാ അബി നീ പറഞ്ഞതങ്ങ് ഒത്തു. അപ്പോൾ അവൾ പറയുന്നുണ്ട് 3 പേരും കൊള്ളത്തില്ലായിരുന്നു സാറേ, അവരുടെ ഉദ്ദേശമൊക്കെ വേറെയാ, അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല. അപ്പോൾ അബി പറയാം അതും ഈ കയ്യിലുണ്ട്, നീ അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കീഴടങ്ങി കൊടുക്കുന്ന പെൺകുട്ടിയല്ലാന്ന്. ഒരുത്തനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ടാണ് വഞ്ചിച്ചത്. അതിനുശേഷം അവൻ പിന്നീട് ഒരിക്കൽ ചികിത്സക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ആക്സിഡൻ്റ് ആയിട്ട്. അന്ന് ഞാൻ അവന് കൊടുക്കേണ്ടത് കൊടുത്തു. അപ്പോൾ അബി കുറച്ച് പേടിയോട് ചോദിക്കും എന്ന് വെച്ചാൽ അതൊന്നും പറയുന്നില്ല സാറേ. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൾ കൊള്ളാലോ, പ്രേമിച്ചിട്ട് വഞ്ചിച്ചാ ഇവൾ തളർത്തി കിടത്തുമല്ലേ. നീ പറഞ്ഞതൊക്കെ നിന്റെ ഈ കയ്യിലുണ്ട് മോളെ, നിന്നോട് കളിച്ചാൽ നീ കളി പഠിപ്പിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് വീട് സാറേ എനിക്ക് പോകണം. ഏയ് അങ്ങനെ അങ്ങ് പോവല്ലേ, ഇതിനകത്ത് കിടക്കുന്നിട്ട് ബോറടിക്കുക. മാത്രമല്ല നീ ഇന്ന് എനിക്ക് തരുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെ ഞാൻ ഉറപ്പായിട്ട് നിനക്ക് പ്രതിഫലം തന്നിരിക്കും. അപ്പോൾ അവൾ തിരിച്ചു ചോദിക്കുക എന്താ സാറ് തരാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? സാറ് വലിയ ജ്വല്ലറിയൊക്കെ നടത്തുന്ന കൂട്ടത്തിലല്ലേ, സ്വർണ്ണമായിട്ട് വല്ലതും കിട്ടുമോ? അപ്പോൾ അബി തിരിച്ചു പറയാ കിട്ടുമോന്നോ? സ്വർണത്തിനൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയാണെങ്കിലും നിനക്ക് ഞാനൊരു സ്വർണ്ണവള തന്നിരിക്കും. ആദ്യം വളയിടാൻ പറ്റിയ കൈയാണോ ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ എടുക്കുകയാണ്. അവളും അതൊക്കെ അനുസരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശും ജയനും ജലജയും നയനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തി വെപ്രാളത്തോടു കൂടി റിസപ്ഷനിൽ അന്വേഷിക്കുകയാണ്. അബീൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ICUവിലാണെന്നൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ നയന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അഭിയെ പറ്റി മാത്രമാണല്ലോ അന്വേഷിക്കുന്നത്, എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ അവളിങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ അബിയുടെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് അബി ഇങ്ങനെ പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കവിതയുടെ അടുത്ത്. കവിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതിൽ ശത്രുമണ്ഡലം ഉദിച്ചുയർന്നാണ് നിൽക്കുന്നത്, അതിൻ്റെ അർത്ഥം കവിത പ്രശസ്തിയാവും എന്നാണ്.
അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, സാർ എന്നെ വെറുതെ സുഖിപ്പിക്കാൻ പറയുക, ഒരിക്കലുമല്ല, കവിതയുടെ കയ്യിൽ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ എൻജോയ് ചെയ്യുകയാണ്. അതേസമയം തന്നെ ഇവരും 4 പേരും വെപ്രാളത്തോടു കൂടി അബിയുടെ മുറിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അതായത് ഐസിയുവിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ഒരു നഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് നഴ്സ് പറയാണ്, അകത്ത് ആളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കവിത ഐസിയു ഒന്ന് ചോദിക്കുന്നുണ്ട്, സാറിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഐസിയു കിടക്കുന്നത്? ആര് പറഞ്ഞു? എനിക്ക് നല്ല കുഴപ്പമുണ്ടായിരുന്നു, പക്ഷേ കവിത വന്നതിന് ശേഷം എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടത്, ഇപ്പം ഞാൻ നല്ല നോർമലായി. അതേസമയം നേഴ്സ് അബിയുടെ കാര്യം പറയാൻ വേണ്ടി വരുന്നുണ്ട്, അതായത് പുറത്ത് ആൾക്കാർ അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്ന് പറയാൻ. അപ്പോഴേക്കും അബി ആ കുട്ടീനോട് പറയുകയാണ്, നേഴ്സിനോട് പറയുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എല്ലാ അർത്ഥത്തിലും നമ്മൾ അടുത്തിരിക്കും, നിന്നെ ഞാൻ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അബി നന്നായിട്ട് ഇങ്ങനെ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ നേഴ്സ് കയറി വരുന്നത്. അപ്പോഴേക്കും ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, സാറിനെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അബി പറയാണ്, അവരോട് കയറി വരാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബി വേഗം മാസ്കും ഓക്സിജൻ മാസ്കൊക്കെ എടുത്ത് ധരിച്ച് പഴയതുപോലെ വയ്യാത്ത പോലെ കിടക്കുകയാണ്. അപ്പോഴേക്കും ജലജയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൂടെ ഐസിയുവിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അവരിങ്ങനെ വിഷമത്തോടു കൂടി അബിയെ നോക്കുകയാണ്, മാസ്ക് ഒക്കെ ധരിച്ച് ഓക്സിജൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഐസിയു കിടക്കുന്ന കാണുമ്പോൾ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അബിയുടെ പുതിയ ഗെയിമിംഗ് പ്ലാനും നവ്യക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും നാളത്തെ വിഷുവിന് ഒന്നുകൂടെ ആശംസ അറിയിക്കുന്നു. ഹാപ്പി വിഷു.